ജുഡീഷ്യൽ അന്വേഷണം ആവശ്യം ബി.ജെ.പി. ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുകയാണ്. വി വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, നമുക്കറിയാം ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ, അത് എം ആർ അജിത് കുമാർ എന്ന വ്യക്തി കൈമാറിയ റിപ്പോർട്ട് സ്വാഭാവികമായും അത് എത്ര കണ്ട് അംഗീകരിക്കപ്പെടുമെന്ന സംശയം തുടക്കം മുതലുണ്ട്. പക്ഷേ ഇതിൽ CPIയും കോൺഗ്രസും ഒക്കെ ഉന്നയിച്ച ആക്ഷേപവുമായി യാതൊരു തരത്തിലും ചേർന്ന് പോകുന്ന കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നതാണ് പ്രധാനമായും ഇത്തരമൊരു രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കുന്നത്, അല്ലേ വിനോദ്? സൈത്ത്, ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വന്ന സമയം തന്നെ വലിയ വിവാദമുണ്ടാക്കുകയാണ്. കാരണം തൃശൂർ പൂരം കഴിഞ്ഞ് മാസങ്ങളാകുന്നു, അപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ഇതുവരെ ഈ ഒരു അന്വേഷണത്തെക്കുറിച്ച് ഒരു വിവരവും പുറത്തു വന്നിരുന്നില്ല. മാത്രമല്ല, ADGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ സർക്കാരിന് കൈമാറുകയാണ്. എന്തുകൊണ്ട് ഇത്ര കാലതാമസം വന്നു എന്നത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. ഇത് വൈകിയത് എന്തുകൊണ്ട്? അങ്കിത് അശോകിന്റെ വീഴ്ചയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ബാഹ്യ ഇടപെടലില്ല എന്ന കാര്യം കണ്ടെത്താൻ ഈ മാസങ്ങൾ വേണ്ടിയിരുന്നോ എന്ന കാര്യമാണ് പ്രധാനമായും ഉയർന്നു വന്നത്. മാത്രമല്ല, PV അൻവറിന്റെ ആരോപണങ്ങൾ അത് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മുന്നണിയെ പിടിച്ചു കുലുക്കുന്ന തരത്തിലാണ് RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നതോടെ ആ മുന്നണിയിൽ തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും മുന്നണിയെ തന്നെ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്ന തരത്തിലാണ്. CPI മാത്രമല്ല, മറ്റ് ഘടകകക്ഷി നേതാക്കളടക്കം എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്. RJDയും NCPയും അടക്കം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അവിടെയാണ് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ പ്രസക്തമാകുന്നത്. അദ്ദേഹം ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴാണ് ഈ വിഷയം വരുന്നത്, അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യം ഇതുവരെ സർക്കാർ ഗൗരവമായി കണ്ടില്ല, അല്ലെങ്കിൽ ബോധപൂർവം ഈ റിപ്പോർട്ട് വൈകിച്ചു എന്നത് തന്നെയാണ്. അവിടെ ആ ഒരു താല്പര്യം എന്താണ്? അങ്ങനെ ആ റിപ്പോർട്ട് വൈകിച്ചതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ വളരെ പെട്ടെന്ന് റിപ്പോർട്ട് ചോദിക്കുകയും 24-ന് കൈമാറണമെന്ന് പറയുകയും അതിനു മുൻപ് തന്നെ കൈമാറുകയും ചെയ്യുന്ന സാഹചര്യം അതെന്തുകൊണ്ട് ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. മാത്രമല്ല, നമുക്ക് EP ജയരാജന്റെ സാഹചര്യം അറിയാം. അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പോയത് എങ്ങനെയാണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മകന്റെ കുഞ്ഞിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ മകന്റെ വീട്ടിലേക്ക് വരുന്നു. EP ജയരാജന്റെ വാക്കുകൾ തന്നെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം പറയുന്നത്, ഒരാൾ ആദ്യം വീട്ടിലേക്ക് വരികയാണ്, അപ്പോൾ തനിക്ക് മനസ്സിലാകുന്നില്ല, BJPയുടെ നേതാവാണെന്നും ആദ്യത്തെ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ കണ്ടു, മനസ്സിലായി. അപ്പോൾ തന്നെ വീട്ടിൽ വന്നൊരാൾ എന്ന നിലയ്ക്ക് അവിടെ വിളിച്ചിരുത്തി പുറത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുന്നു. വിനോദം ഒന്ന് തുടരുക. TN